സ്നേഹിതരൊന്നും ഇല്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഓർത്തോണം, നിന്നെ സ്നേഹിതനാക്കാൻ വേണ്ടി അവൻ ഒറ്റപ്പെട്ടവനാണ്. പൂഷിക്കിടന്നൊരു കരച്ചിൽ കരഞ്ഞു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ നീയും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ബാക്കിയുള്ളവരെല്ലാം കൈവിട്ടു. ഈ അവസ്ഥ നമുക്ക് പോലും വരില്ല കേട്ടോ. എല്ലാരും കൈവിട്ടാലും കർത്താവ് കൂടെ കാണുമല്ലോ. പക്ഷേ പുത്രൻ ക്രൂശിൽ കിടക്കുമ്പോ എല്ലാരും, അതാണ് യെശയ്യാവിൽ എഴുതിയ വാക്ക്, നാമും അവനെ ആദരിച്ചില്ല. അപ്പം തിന്നവൻ മാറി, സൗഖ്യം പ്രാപിച്ചവൻ മാറി, മരണത്തിൽ നിന്ന് കൂടെ മാറിക്കളഞ്ഞു. കൂടെ ചങ്കോട് നെഞ്ചോട് ചേർന്നിരുന്നവരില്ല, എല്ലാരും കൈവിട്ടു. പക്ഷെ ആ സമയത്ത് പിതാവിന്റെ മുഖത്തോട്ട് നോക്കിയിട്ട് പറഞ്ഞു, ദൈവമേ നീയും എന്നെ കൈവിട്ടു. അതുകൊണ്ട് ജീവിതത്തിൽ ആരുമില്ലെന്ന് തോന്നുമ്പോഴും നിനക്ക് വേണ്ടി ഒറ്റപ്പെട്ട ക്രിസ്തുവിനെ, അതുകൊണ്ട് നമ്മൾ പാടാറുണ്ട്. എനിക്ക് പാടാൻ അറിയത്തില്ലെങ്കിൽ നിങ്ങളൊക്കെ പാടിയ സന്തോഷമാണ്. സ്നേഹിതരെ വരും വെടിഞ്ഞ അതു യേശുവിനോടു നീ പറഞ്ഞ